എസ്എൻസി ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരായ ഹർജി അടക്കം ഇന്ന് പരിഗണിക്കും. 4-ാം നമ്പർ കോടതിയിൽ 21ാമത്തെ കേസായിട്ടാണ് ലാവ്ലിൻ പരിഗണിക്കുന്നത്. എസ്എൻസി ലാവ്ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് എം.ആർ. ഷാ, സി.ടി. രവികുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കോടതി കേസ് അവസാനമായി ലിസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബറിലായിരുന്നു. അന്ന് സുപ്രീം കോടതി കേസ് പരിഗണിച്ചിരുന്നില്ല. 4-ാം നമ്പർ കോടതിയിൽ 21ാമത്തെ കേസായിട്ടാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത്. മുൻ ചീഫ് ജസ്റ്റിസ് യു ലളിതിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസ് അവസാനമായി പരിഗണിച്ചത്. യു ലളിതിന് മുന്നിൽ ഒക്ടോബർ 20-ന് കേസെത്തിയെങ്കിലും മാറ്റുകയായിരുന്നു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 3 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. തുടർന്ന് ഇതിനെതിരെ 2017 ഡിസംബറിൽ CBI സുപ്രീം കോടതിയെ സമീപിച്ചു. 2018 ജനുവരി 11-ന് സുപ്രീം കോടതി കേസിൽ നോട്ടീസ് അയച്ചു. തുടർന്ന് 5 വർഷത്തിനിടെ 33 തവണ കേസിന്റെ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. നിരന്തരമായി ഹർജി മാറ്റിപ്പോകുന്നെന്ന് കക്ഷി ചേർന്ന TP നന്ദകുമാറിന്റെ അഭിഭാഷക MK അശ്വതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പിന്നാലെ ഹർജി പരിഗണിക്കുന്നത് ഇനി മാറ്റരുതെന്ന പുതിയ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച ഉത്തരവും കോടതി ഇറക്കിയിരുന്നു. പിണറായി വിജയൻ, മുൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി K മോഹനചന്ദ്രൻ, ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി A ഫ്രാൻസിസ് എന്നിവരെയാണ് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. ഇതിനെതിരെയുള്ള ഹൈക്കോടതി വിധിക്കെതിരെയാണ് CBI സുപ്രീം കോടതിയിലെത്തിയത്. ഇതിനു മുമ്പ് കേസ് പരിഗണിച്ചപ്പോൾ KG രാജശേഖരൻ നായർ, മുൻ ബോർഡ് ചെയർമാൻ R ശിവദാസൻ, ജനറേഷൻ വിഭാഗം മുൻ ചീഫ് എഞ്ചിനീയർ M കസ്തൂരിരംഗൻ അയ്യർ എന്നിവരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട ഹർജി നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.